ഹലോ, വെൽക്കം ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് ഞാൻ ഉണക്ക ചെമ്മീൻ കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ റെസിപ്പിയാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയാണ്. ഒരുപാട് പേര് ഇത് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/4 കപ്പ് ചെമ്മീൻ തലയെല്ലാം നുള്ളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി ഒരു 1/4 കപ്പിലും ഒരു അല്പം കുറവ് തേങ്ങാക്കൊത്ത ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ ഒന്ന് ചതച്ചിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇത് രണ്ടും കൂടി ഒരു 5 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഈ പൊടിയുടെ എല്ലാം ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ. അതിനുശേഷം നമുക്കിതിലേക്ക് ഈ ചെമ്മീനും തേങ്ങാക്കൊത്തും ഒക്കെ ജസ്റ്റ് ഒന്ന് കുക്കാവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു കഷ്ണം കൊടംപുളി നന്നായിട്ട് കഴുകിയെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്താൽ ചെറിയൊരു പുളി മാത്രമേ കിട്ടത്തുള്ളൂ. കൂടുതൽ പുളി വേണമെന്നുള്ളവർക്ക് കൂടുതൽ കൊടംപുളി ചേർത്ത് കൊടുക്കുക. ഇതിനി മൂടി വെച്ച് ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ആ നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 3 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം. ഇതിനി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കുക. ഈ നേരം കൊണ്ട് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പൊടിയെല്ലാം ചെമ്മീനിലോട്ടും തേങ്ങാക്കൊത്തിലോട്ടും നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയ ആ ഒരു അരപ്പ് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ആ മിക്സിക്കകത്ത് ബാക്കിയുള്ള അരപ്പും കൂടെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എത്ര നീട്ടിയെടുക്കണോ കറി അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്ന് കുറച്ച് നേരം കൂടി ഇരുന്നതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ഇപ്പോൾ വെള്ളം ചേർക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ പാകത്തിനുണ്ടായിരുന്നു, അതുകൊണ്ട് കൂടുതൽ ചേർക്കുന്നില്ല. ഇനി ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2 പേർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും ഡബിളോ ട്രിപ്പിളോ ആക്കി മാറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഒരു തിള വന്നാൽ മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി താളിച്ച് ചേർക്കുന്നതിനായിട്ട് ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ്. അത് ഇതുപോലെ കൈകൊണ്ടൊന്ന് തിരുമ്മി കൊടുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ ഫ്ലേവർ റിലീസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മി ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അരപ്പിലോട്ട് നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ നമുക്ക് ഈ താളിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റോളം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ? വളരെ സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
താങ്ക് യു.